അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, വചനദാഹത്താൽ തമ്പുരാന്റെ വചനത്തിന് കാതുചായിക്കുന്ന നിന്റെ എളിമയുള്ള സ്ഥിതി നിനക്ക് ഐശ്വര്യവും സമാധാനവും കൃപയും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1 കോറിന്തോസ് 8:3 ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു. എൻ്റെ കരവലയത്തിലേക്ക് നീ എത്താതെ, എൻ്റെ മുറ്റത്ത് കാലുകുത്താതെ നിനക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റും? ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു. പാപിയാകാം, ബലഹീനനാകാം, സുഹൃതങ്ങളുടെ കൂമ്പാരമുള്ളവനാകാം ഞാൻ. പക്ഷേ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് എൻ്റെ ഏത് ആത്മശരീരസ്ഥിതിയാണേലും ദൈവം എന്നെ അംഗീകരിക്കുക. പാപിയാണെന്നുള്ള ഉത്കടമായ ചിന്തയാൽ ദൈവസാന്നിധ്യം വിട്ട് ഓടിയാൽ പാപം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിട്ട് ഓടലാണ്. ദ അവേനെസ് ഫ്രം ഗോഡ്. സിൻ ഈസ് ദ അവേനെസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ദൃശ്യമായ ഒരു അടയാളമാണ് പാപം. എങ്കിൽ തമ്പുരാന്റെ മുറ്റത്ത്, അവിടുത്തെ മടിത്തട്ടിൽ, അവിടുത്തെ തോളിൽ കൈവിരൽ തുമ്പിൽ പിടിച്ച് ജീവിക്കാൻ, നടക്കാനുള്ള എൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം ജ്ഞാനസ്നാനത്താൽ എൻ്റെ ഉത്ഭവഭാവത്തെ മാറ്റി ദൈവത്തിന്റെ പുത്രനാക്കിയതിൽ, യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ അംഗമാക്കിയതിൽ, പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കി എന്നെ മഹത്വത്തിന്റെ വെളിച്ചത്തിൽ മുക്കിയെങ്കിൽ എനിക്ക് അവിടുത്തെ അംഗീകാരമുണ്ട്. ഞാൻ അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തോട് ഒട്ടിപ്പിടിച്ചു നിന്നാൽ, സങ്കീർത്തനം 91:14 പറയും പോലെ, അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഈ രക്ഷ സ്നേഹമാണ്, ദൈവത്തിന്റെ അംഗീകാരമാണ്. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.